എല്ലാവർക്കും ഹൃദ്യമായ ചെറിയ പെരുന്നാൾ സന്തോഷങ്ങൾ. അള്ളാഹു നമ്മുടെ സ്വാലിഹായ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ. ചെറിയ പെരുന്നാളിന് വായിച്ച നല്ലൊരു സന്ദേശം, ലോ അഇസ്ത ഹയാതക കഅന്നക ഫി റമളാൻ സതജിദു ആഖിറതക ഈദ. ജീവിതം നീ റമളാനിനെ പോലെ ജീവിക്കുകയാണെങ്കിൽ ആഖിറം നിനക്ക് പെരുന്നാളായി തീരും എന്ന ആശയമാണ്. റമളാൻ നമുക്ക് പകർന്നു നൽകുന്ന ആത്മീയമായ ഒരു ചൈതന്യമുണ്ട്. പകൽ സമയങ്ങളിൽ നോമ്പുകാരനാണ് എന്നതുകൊണ്ട് നമ്മുടെ നാവിനെ, നമ്മുടെ മറ്റ് അവയവങ്ങളെയൊക്കെ നമുക്ക് അടക്കി നിർത്താൻ ശ്രമിക്കുന്നു. റമളാനിൻ്റെ രാവുകളിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഉത്സാഹം കാണിക്കാൻ നമുക്ക് കഴിയുന്നു. ഇങ്ങനെ റമളാനിനെ പോലെ ജീവിതം മുഴുവനാക്കാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതാനന്തരം നീ മരണം വരിക്കുന്നതോടുകൂടി നിനക്ക് പെരുന്നാൾ ആരംഭിക്കുന്നു എന്ന വചനം. പെരുന്നാളിൻ്റെ അമ്പിളിമാനത്ത് തെളിയുമ്പോൾ ആഘോഷം ആരംഭിക്കുന്നത് പോലെ നമ്മുടെ മരണം വരിക്കുന്ന സമയത്ത് പെരുന്നാളിൻ്റെ ആരവങ്ങൾ ആരംഭിക്കുന്നു. മാലാഖമാർ സന്തോഷവും ആശംസയും കൈമാറുന്ന ഒരു പെരുന്നാൾ കാലമാണ്. നമ്മുടെ മരണാനന്തരമാകണമെങ്കിൽ നമ്മുടെ ജീവിതം റമളാൻ പോലെ ആകണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. റമളാൻ നമുക്ക് പകർന്നു തരുന്ന ആ ഒരു ആത്മീയ ചൈതന്യം നമുക്ക് നിലനിർത്താൻ കഴിയണം. പ്രത്യേകിച്ച് നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്തേക്കാണ് റമളാൻ അവസാനിക്കലോടുകൂടി കടക്കുന്നത്. പലപ്പോഴും ജനാധിപത്യത്തിൻ്റെ ആഘോഷങ്ങളും ആരവങ്ങൾക്കും അപ്പുറത്ത് തെറിയുടെയും പരസ്പര വിദ്വേഷത്തിൻ്റെയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വിഴുപ്പലക്കലുകളുടെയും ഒക്കെ വിളനിലങ്ങളായി മാറുന്ന സമയത്ത് മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, മറ്റൊരാൾക്കിഷ്ടമില്ലാത്ത രീതിയിലാവരുത് നമ്മുടെ ഇടപഴകലുകൾ. അപ്പോഴാണ് റമളാനിൻ്റെ ചൈതന്യം നമ്മിൽ ബാക്കി നിൽക്കുന്നത്. റമളാനിൽ കരുതി വെച്ച ആത്മീയമായ ഊർജം ചോരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. അസ്സലാമു അലൈക്കും.